ഇപ്പൊ നമ്മളെ മലയാള സിനിമയിൽ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില നിറമുള്ള ആളുകളെ ചൂസ് ചെയ്യാറുണ്ട്. സ്പെഷ്യലി ഇപ്പൊ മറ്റേ വേലക്കാരി ജാനു, ഇപ്പോ പ്രത്യേകിച്ച് വേലക്കാരെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോഴും ആ ഒരു ക്യാരക്ടേഴ്സിനൊന്നും മലയാള സിനിമ ഇത്രയും മാറിയിട്ടും ഒരു ചേഞ്ച് വന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞൊരു റീസെന്റ് ആയിട്ട് നരിവേട്ടയിലെ ഹീറോയിൻ ആര്യ സലീം പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണത്. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മളെ ചുറ്റും കാണുന്നത് തന്നെയാണെന്ന് തോന്നുന്നു അതില് റിഫ്ലക്റ്റ് ആവുന്നത്. എങ്ങനെയാ പറയാ, അതിലൊരു സത്യമുണ്ട്. എന്താ വെച്ചാൽ നമ്മള് ആദ്യമായിട്ട് നമ്മുടെ റെഫറൻസ് ജീവിതത്തിൽ നോക്കുമ്പോ എങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്, അങ്ങനത്തെ ഒരു സ്കേപ്പിലുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതേ ആക്ടേഴ്സിന് വേറൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും ജീവിതത്തിലല്ല. മീൻസ് അവർക്ക് അത് മാത്രമല്ല ചെയ്യാൻ കഴിയുക. കഴിഞ്ഞ ദിവസം ഒരു ആക്ടർ ആയിരുന്നു, ഇപ്പൊ ഹിന്ദിയിലേക്ക് മലയാളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ മിക്കപ്പോഴും കാസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതേപോലെ ഈ വേലക്കാരോ അല്ലെങ്കിൽ മൈഗ്രന്റ് ലേബറേഴ്സോ അങ്ങനത്തെ. എന്തിനാണ് അങ്ങനത്തെ ചെയ്യുന്നത്? അതിലും കുറച്ച് വ്യത്യാസമായിട്ട് കിട്ടുന്നത് കനിക്കൊക്കെയാണ്. ഇപ്പൊ സീരീസിലൊക്കെ വേഷങ്ങളാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ കിട്ടിയിട്ടുള്ളത്. അത് അഭിനയിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാ പോകുന്നേ? വേറെ രീതിയിൽ ഇമാജിൻ ചെയ്തൂടെ? ഇപ്പൊ ഒരു ആര്യനെ തന്നെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു, മോഡേൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാഷനബിൾ അങ്ങനെയല്ല, ഒരു ഫ്ലാറ്റില്, നല്ല ഒരു ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും കാസ്റ്റ് ചെയ്യാലോ. ഇത് മാത്രം ആവണ്ടല്ലോ. അങ്ങനത്തെ നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഇപ്പം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഹൗ യു ആർ ആസ് എ പേഴ്സൺ ഇസ് സംതിങ് ദാറ്റ് ദേ നോ. പക്ഷെ അതുപോലെ അവര് സിനിമയിൽ എന്നെ കണ്ടിട്ടേ ഇല്ല. സിനിമയിൽ കാണുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഇതാണ്. സിനിമയില് എല്ലാ ക്യാരക്ടേഴ്സും, മിക്ക ക്യാരക്ടേഴ്സും ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആണ്. ലൗഡ് മാത്രമല്ല, ഒരു സാധാരണ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്ന അങ്ങനത്തെ ഇതാണ്. എനിക്ക് പേഴ്സണലി ഓക്കെയാണ്. എന്താ വെച്ചാൽ എല്ലാം ഒരു വ്യത്യസ്തതയുണ്ട്. നമ്മളെല്ലാ ക്യാരക്ടേഴ്സും പിടിക്കും. എനിക്ക് കാണാനൊക്കെ ഇച്ചിരി മാറ്റം വേണ്ട, അല്ലെങ്കിൽ ആൾക്കാർക്ക് മടുക്കൂലേ? അതെ, എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ആൾക്കാർ നിന്നെ പക്ഷേ ശരിക്കുള്ള ജീവിതത്തിൽ നീ എങ്ങനെയാണോ അതുപോലെ കണ്ടിട്ടേ ഇല്ല സിനിമയിൽ. അങ്ങനെ എക്സ്പ്ലോർ ചെയ്തൂടെ? അപ്പൊ അതില് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സൗന്ദര്യ സങ്കല്പവും പരിപാടിയൊക്കെ വർക്ക് ആവുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ഞാൻ തഗ് ലൈഫ് കാണാൻ പോയപ്പോ ഞാൻ വിചാരിച്ചു, ഈ തൃശ്ശൂരെ കാണാൻ എന്ത് ഭംഗിയല്ലേ, എത്ര വർഷം കഴിഞ്ഞാലും നമുക്കിത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാലോ. ചിലപ്പോ ആ ഭംഗിക്കും ഒരു കാരണം, അങ്ങനത്തെ ആൾക്കാരെ വെക്കുന്നതിലൊരു കാരണമുണ്ടാകാം. അത് ഒരു ലാർജർ ഓഡിയൻസിന് അത് വർക്ക് ആവുന്നോണ്ടായിരിക്കും മാറുന്നത്. അല്ലെങ്കിൽ പരീക്ഷിക്കണം, അതല്ലാത്ത രീതിയിൽ പരീക്ഷിക്കാൻ ബോൾഡ് ആവുന്ന ആൾക്കാർ, ഫിലിം മേക്കേഴ്സ് വരണം. അങ്ങനെ വരുവാണെങ്കിൽ പിന്നെ അതിന് മാർക്കറ്റും വേണം. അപ്പൊ അതിന് പൈസ ഇറക്കാൻ ആൾക്കാർ വേണം. ഇതൊക്കെ കൊറേ ലേയേർഡ് ആൻഡ് കോംപ്ലക്സ് ആണ് ഇതിന്റെ ഒരു കാര്യം. ഒറ്റയടിക്ക് നമുക്കിത് പറയാം എന്നല്ലാതെ ഇത് ഒരു പ്രാക്ടിക്കലി ഒരു സംഗതിയായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് വരണമെങ്കിൽ ഇതിന് കുറേ കാര്യങ്ങളുണ്ട്. സമയത്തായാലും വരട്ടെ. സമയത്ത് വരട്ടെ. ഇപ്പൊ മരണമാസിലെ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഒരു ലൗഡാണ്, ഔട്ട് ബേസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഇപ്പൊ മലയാള സിനിമയിൽ കണ്ടുവരുന്ന വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ പൂജ അത് ചെയ്യുമ്പോൾ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വൈബ്രൻസ് അതിലുണ്ടാവും. ഒരു ഭയങ്കര ലൗഡായിട്ട് സൗണ്ടിന്റെ ഒരു മോഡുലേഷൻ ആയിരിക്കാം, കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ. നേരത്തെ പറഞ്ഞ പോലെ ഈ കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യുന്ന, പണ്ട് കൽപ്പന ചേച്ചി ചെയ്ത പോലെ ഒച്ചത്തിൽ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കോമഡി ക്യാരക്ടേഴ്സ് ഇപ്പോഴത്തെ മലയാള സിനിമയിൽ എനിക്ക് ഒരു ഒബ്സർവ് ചെയ്തിട്ട് തോന്നിയത് ഫീമെയിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു റോള് കുറച്ചുകൂടെ കുറവാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ പൂജ അവിടെ നല്ല രീതിയിൽ കോമഡി എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. എനിക്ക് ടച്ച് വുഡ്, ഞാനതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അപ്പോ ഇങ്ങനെ കിട്ടും. ഇപ്പൊ ചിലപ്പോ മിക്ക സിനിമയിലും എനിക്ക് ആകെ 2-3 ദിവസം ഉണ്ടാവുള്ളൂ. ഞാൻ പോവും, അഭിനയിക്കുന്നു, വരുന്നു. അപ്പൊ പലപ്പോഴും സിനിമ വരുമ്പോഴേ ഞാൻ ഇതിന്റെ ഇമ്പാക്ട് അറിയുള്ളൂ. ഇപ്പൊ മരണമാസം ആണെങ്കിലും കുറെ പേര് വെച്ചിട്ടുണ്ട്, എന്തിനാ അത് ചെയ്ത് ആവശ്യമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നല്ല ക്യാരക്ടറായിരുന്നു. എനിക്ക് എന്താ വെച്ചാല് ഒരു യക്ഷി എന്റെ ലുക്കിൽ എന്നെ കാണാം. അതൊരു അത് എനിക്കൊരു മൂഡ്. പിന്നെ നിങ്ങളെ രണ്ടുപേരുടെ പേര് ഭയങ്കര അടിപൊളിയായിരുന്നു, രണ്ടുപേരും കോമഡി ചെയ്ത്. എനിക്ക്
അതേപോലെ ഇപ്പൊ ജോമോനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഇപ്പൊ ഭയങ്കര രസമാണ് ഈ കൊളാബറേറ്റ് ചെയ്ത് ജോമാനായിട്ടൊക്കെ വർക്ക് ചെയ്യാനും. അതേപോലെ ഇപ്പൊ ഷർഫു ആയിട്ട് ചെയ്തപ്പോഴും ഒക്കെ അതിന്റെ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരുമിച്ച് ഒരു സാധനം ചെയ്യുന്നതിന്റെ, അത് എനിക്ക് ഭയങ്കര കൂടുതലാണ്. ആൾക്കാർക്ക് തോന്നണം ആദ്യം നമ്മളെ കൊണ്ട് വ്യത്യസ്തമായ പരിപാടി ഏൽപ്പിക്കാൻ പറ്റുന്നു, അത് തോന്നിക്കണേ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ചില ആളുകൾ ഇപ്പൊ നമ്മള് തമാശയിലും പറയുമ്പോ നമ്മൾ വിചാരിക്കും ഇത് ഫോഴ്സ് ചെയ്തിട്ട് പറയുന്ന പോലെ, അവര് വിചാരിക്കും തമാശയായിരിക്കും, പക്ഷെ നമുക്ക് അത് അങ്ങോട്ട് വർക്ക് ഔട്ട് ആവുന്നില്ല. ശരിക്കും തമാശ പറഞ്ഞു വെളുപ്പിക്കാൻ കുറച്ച് നല്ല പണിയുണ്ടോ? പണി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ച് ഇത് കോമഡി ആക്കാൻ വേണ്ടി കോമഡി ആക്കാൻ പറ്റൂല. ആ കഥാപാത്രങ്ങള് ഒരു സർക്കംസ്റ്റാൻസിൽ നമ്മൾ പെരുമാറുമ്പോഴാണ് അത് കോമഡി ആവുന്നെന്ന് തോന്നും. അല്ലാതെ ഇത് ഇവിടെ ആൾക്കാർ ചിരിക്കണം എന്ന് വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാവില്ലാന്ന് തോന്നും. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മള് ഒരു കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സിനിമാ നടിമാരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൽപ്പന ചേച്ചിന്റെ കോമഡി സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ പൂജയ്ക്ക് ഇഷ്ടപ്പെട്ട ആരെയാണ്? ഇപ്പം മലയാളത്തിലാണെങ്കിൽ ഇവരൊക്കെ ഇഷ്ടമാണ്. ഉർവശി ചേച്ചി നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നായികയില് അത് ഈ പറഞ്ഞ വൈബ്രന്റ് ആയിട്ടുള്ള സാധനങ്ങളും അഭിനയിച്ചിട്ടുണ്ട്, ഇമോഷണൽ ആയിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് എല്ലാം പരിപാടി ഓൾറെഡി ചെയ്ത ഒരാളാണ് ഉർവശി ചേച്ചി. അപ്പൊ ഉർവശി ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പത്തെ ആൾക്കാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ലിജോ. ലിജോന്റെ ഞാൻ പറഞ്ഞ സിനിമ നന്നായാലും മോശമായാലും ലിജോ നന്നായിരിക്കും. എനിക്ക് അത് ഇപ്പൊ എനിക്ക് മഹേഷിന്റെ പ്രതികാരം തൊട്ടിട്ട് എനിക്ക് ഇഷ്ടമാണ് ലിജോന്. പിന്നെ ഇടയ്ക്ക് ഈ കുട്ടി എവിടെ പോയി എന്നൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. പിന്നെ അത് വന്ന് ഇപ്പോഴും എല്ലാ സിനിമ കാണുമ്പോഴും ലിജോന്റെ പരിപാടി അടിപൊളിയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ലിജോയ്ക്ക് ഫുൾ ലെങ്ത് ഒരു കോമഡി പരിപാടി കൊടുത്ത അടിപൊളിയായിരിക്കും. മഹേഷിലൊക്കെ കുറെ പരിപാടികളൊക്കെ ഇല്ലേ, എന്ത് എനിക്ക് ഭയങ്കര സോഫയിൽ ഇങ്ങനെ സൗബിനെ നോക്കി ചിരിക്കണതും അങ്ങനെയൊക്കെയുള്ള. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് ലിജോ നല്ല കോമിക് പരിപാടി ഫുൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എനിക്ക് ഇപ്പത്തെ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടം ലിജോനെയാണ്. പിന്നെ എനിക്ക് ചെറുപ്പത്തിലെ ഇങ്ങനെ നന്ദിതാദാസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ണത്തിൽ മുട്ടുമുട്ട അതൊക്കെ കണ്ടിട്ട് അങ്ങനെ. പിന്നെ ഹിന്ദിയിലൊക്കെ ഉണ്ട് കുറെ പേര്, ഈ സീരീസിലൊക്കെ വന്നിട്ടുള്ള കുറെ ആക്ടേഴ്സിന് എനിക്ക് ഇപ്പൊ ഷെഫാലി ഷാല, തിലോത്തമ ഷോമെ ഇസ് മൈ ഫേവറേറ്റ് ആക്ടർ ഇൻ ദ കൺട്രി അറ്റ് ദ മൊമെന്റ്. അങ്ങനെ എന്ന് വെച്ചാൽ ഇവരൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് ആണ്. ഭയങ്കര വില്ലത്തിയായിട്ട് അഭിനയിക്കും, പിന്നെ സാധാരണ പണിക്കാരി അങ്ങനത്തെ റോൾസിലും അഭിനയിക്കും. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നു. എനിക്ക് അതാണ് തിലോത്തമയിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം. പുള്ളിക്കാരി മെയ്ഡായിട്ട് അഭിനയിച്ച സിനിമ അതേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡൽഹി ക്രൈം 2 ഭയങ്കര നമുക്ക് പേടിയാവും. ഇങ്ങനെ ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്ന പോലത്തെ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തു. അപ്പം അങ്ങനെ എനിക്ക് ഏറ്റവും ഇപ്പത്തെ ഫീമെയിൽ ആക്ടേഴ്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്